വാൾട്ടർ യെല്ലോ, ബാങ്ക് ഫെയില്, മീറ്റ് മിസ്റ്റർ റിച്ച്, ബിക്കം എ സോക്കർ പ്ലെയർ. അപ്പൊ ഇന്ന് നമ്മളെ 4 എൻഡിങ് തന്നെയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇതൊക്കെ നമ്മൾ കണ്ടല്ലേ, ബാക്ക് ക്രിപ്റ്റ് ആവുന്നതൊക്കെ നമ്മൾ ഫൈൻഡ് എ വേ ടു ഗെറ്റ് ബാക്ക് മണി ഗെറ്റ് ബാക്ക് ആക്കാൻ ഉള്ള വഴി തെരഞ്ഞുകൊണ്ട് ഇന്നും നമ്മുടെ മച്ചാനങ്ങ് പോവുകയാണ്. ഇവിടെ ഒരു ഫോൺ ഉണ്ടല്ലോ, ഇത് വല്ല കളിയാണോ? ഇത് എടുത്തിട്ട് ആരെയും വിളിക്കാനൊന്നും പറ്റൂല. പിന്നെ എന്തിനാണ് ആവശ്യമില്ലാതെ ഇവിടെ ഒരു ഫോൺ വെച്ചത്? പിന്നെ എനിക്ക് ഡൗട്ടുള്ള ഒരു കാര്യമാണ് ഈ പിസ്സ. ഈ പിസ്സ എന്തേലും ഇതൊക്കെ എന്തേലും ആണോ? പിന്നെ ഇവിടെ ഒരു നോട്ട് കണ്ടായിരുന്നു ഞാൻ. എന്താ വായിക്കണമെങ്കിൽ ഫസ്റ്റ് പേഴ്സ് ഇടണം. ഫസ്റ്റ് പേഴ്സ് ഇടാൻ പറ്റില്ലേ? പിന്നെ നമ്മുടെ വീടിന്റെ ബാക്കിൽ നമ്മളൊരു സ്വിമ്മിങ് പൂള് കണ്ടിട്ടില്ലേ? നമ്മൾ ഇന്ന് അവിടേക്കാണ് പോവാൻ പോണേ ഗൈസ്. ഇതൊന്നുമില്ല, എനിക്ക് ഇങ്ങോട്ട് കിടക്കാൻ പറ്റില്ല. പക്ഷെ നമ്മുടെ വീടിന്റെ ബാക്കിൽ ഒരു സ്വിമ്മിംഗ് പൂളും ഉണ്ട് ഗൈസ്. ഇത് കണ്ടോ? ഒരു വാട്ടർ ഫൗണ്ടെയിൻ കണ്ടോ അവിടെ? അതൊരു കളിയാണെന്ന് ഞാൻ വിചാരിച്ചു. ഗൈസ്, നമ്മുടെ ഫ്രിഡ്ജിൽ ഒരു TNT ഉണ്ട്. ഇനിയിപ്പോ ആ തീ മൈൻ പൊട്ടിക്കാൻ വേണ്ടിട്ടായിരിക്കുമോ? നമുക്കൊന്ന് നോക്കാം ഗൈസ്. ഞാൻ ആ TNT എടുത്തോണ്ട് വരാം. ബ്രോ മര്യാദക്ക് നടക്കു ബ്രോ. തെറ്റി നടക്കല്ലേ. ആ, ഇവിടെ അല്ല, അടിയില്. ഗെയിമിലാവുന്നു. നമുക്കൊരു TNT ഇട്ടിട്ടുണ്ട് ഗൈസ്. ഞാൻ ഇവിടെ കൊണ്ടുവന്ന് വെച്ച് നോക്കട്ടെ. എനിക്ക് അറിയില്ല, മേബി ഇത് പൊട്ടിക്കാന്നുള്ളതായിരിക്കും. ഹൈഡ് ചെയ്താലേ നമുക്ക് വെക്കാം. ഗൈസ്, ഒരു വലിയ ബ്ലാസ്റ്റ് ഉണ്ടായിട്ടുണ്ട്. ഭാഗ്യത്തിന് ഞാൻ ചത്തില്ല. ഞാൻ പറഞ്ഞില്ലേ ഇതിന്റെ ഉള്ളിൽ പോവാള്. ഇതാരത്? ബ്ലാക്ക് സ്മിത്ത് ഗൈസ്. പുള്ളിക്കാരനോട് ഒരു ഹായ് പറഞ്ഞാലോ? ഹായ് ബ്ലാക്ക് സ്മിത്ത് ബ്രോ, ബിഗ് ഫാൻ. ഹോ, എ കസ്റ്റമർ. നമുക്കൊരു നമ്മുടെ അപ്ഗ്രേഡ് പിക്കാക്സ് ആയി. അപ്ഗ്രേഡ് പിക്കാക്സ്. You have a pickaxe, then I believe you can buy. നമ്മൾ ആ സ്റ്റോറിന്ന് ഒരു പിക്കാക്സ് വാങ്ങണമായിരുന്നു ഗൈസ്. ഒന്നുമില്ല വെച്ചാൽ ഞാൻ പിക്കാക്സ് ആയിട്ട് വരാം. എടാ, എനിക്ക് ബ്ലാക്ക് സ്മിത്തിനോട് സംസാരിക്കണ്ട. ആ, ഓക്കെ. നമുക്ക് ആ കടയിൽ പോയിട്ട് പിക്കാക്സ് വാങ്ങിയിട്ട് വരാം ഗൈസ്. അപ്പൊ അതാണ് കളി. മൂന്നാമത്തെ പാർട്ടല്ലേ? പിക്കാക്സിന് എത്രയാ? $80 പിക്കാക്സിന്. ചേട്ടന്റെ കടയിൽ പൈസ ഉണ്ട്, അപ്പൊ അതെടുത്തിട്ട് നമുക്ക് ഇപ്പൊ തന്നെ $20 ആയേ.
നമ്മുടെ വീട്ടിൽ കുറച്ച് പൈസ ഉണ്ട്, അപ്പോൾ അതും കൂടെ എടുക്കാം. പിന്നെ അവിടെയൊക്കെ കുറച്ച് സ്ഥലത്തൊക്കെ കുറച്ച് പൈസ ഉണ്ട് ഗൈസ്. ഫ്രിഡ്ജിലില്ലേ പൈസ? ഫ്രിഡ്ജിൽ ഇപ്പം $80 ആവും. $60 നമുക്ക് വീട്ടിൽ നിന്ന് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഈ ബാങ്കിൽ നിന്ന് പോയി ഓട്ടിക്കാം. $80 നമുക്ക് നേരെ പോയി ആ ഷോപ്പിൽ നിന്ന് പിക്കാക്സ് ഇങ്ങനെ മേടിക്കാം. ഇതിൽ ഏറ്റവും വലിയത് എന്താണെന്ന് വെച്ചാൽ ഓടാൻ പറ്റത്തില്ല ഗൈസ്. ഡ്രോബാക്ക് ഓടാൻ പറ്റത്തില്ല. റോബ്ലോക്സിലെ എല്ലാ ഗെയിമിലും ഓടാൻ പറ്റത്തില്ല, എന്നാലും ഓടാൻ പറ്റത്തില്ല. ചേട്ടാ എനിക്കൊരു പിക്കാക്സ് ഇങ്ങനെ. Your total is 80. നമുക്ക് സാർ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ 10 ഇനി നേരെ നമുക്ക് നമ്മുടെ വീട്ടിൻ്റെ സൈഡിലുള്ള മൈനിൽ പോയിട്ട് നമ്മുടെ ബ്ലാക്ക് സ്മിത്തിനെ കാണാം ഗൈസ്. നമ്മളൊരു 10 കല്ല് മച്ചാന് കൊടുക്കുകയാണെങ്കിൽ മച്ചാൻ നമ്മുടെ ഇത് മാറ്റിത്തരാൻ പറഞ്ഞിട്ടുണ്ട്. പിക്കാക്സ് അപ്ഗ്രേഡ് ചെയ്ത് തരാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ മൈനിങ് ചെയ്യണം ഗൈസ്. നമുക്ക് ഇവിടെ നേരെ ടെലിപോർട്ടൊക്കെ ചെയ്യാൻ പറ്റൂട്ടോ ഗൈസ്. നമുക്ക് നേരെ പോയിട്ട് നമ്മുടെ ബ്ലാക്ക് സ്മിത്തിനെ നമുക്ക് കല്ല് പിക്കാക്സ് ആക്കി തന്നു പുള്ളിക്കാരൻ. ഓക്കെ, എന്താടാ ഇവിടെ ഈ തൊപ്പി എടുത്ത് വെക്കാം ഗൈസ്. ഓക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ ഇതൊക്കെ നമുക്ക് മൈൻഡ് ചെയ്തെടുത്തൂടെ? അതെ, കോപ്പർ പിക്കാക്സ് വേണമെന്ന്. കോപ്പർ പിക്കാക്സിന് പിന്നെ എവിടെ കണ്ടുപിടിക്കാനാ ഗൈസ്? അപ്പൊ ഞാനാണെങ്കിൽ നമ്മുടെ ഇന്നത്തെ വീഡിയോ ആണെങ്കിൽ ഒന്ന് നിർത്തുക കേട്ടോ. എനിക്കാണെങ്കിൽ വയ്യാണ്ടാണ് ഞാൻ വീഡിയോ എടുക്കണേ. അപ്പോ ഗൈസ്, അടുത്ത എപ്പിസോഡ് നാളെ കാണാം. ഇന്നും ഒറ്റ എൻഡിങ് പോലും കംപ്ലീറ്റ് ആക്കാൻ പറ്റിയില്ല, പക്ഷെ നാളെ കാണാം ഗൈസ്.